ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാച്ചാർ കണ്ടാലോ? കുറേ നാൾ കേടുകൂടാതെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല മൂത്ത മാങ്ങ നന്നായിട്ട് കഴുകി റെഡിയാക്കിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാകത്തിന് അരിഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നല്ലെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. നല്ലെണ്ണ ചൂടായ പാത്രത്തിലോട്ട് ഒഴിച്ച ശേഷം നന്നായിട്ട് ചൂടായി വന്ന നല്ലെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം നമ്മൾ ഞാൻ വെളുത്തുള്ളി കഴുകിയിട്ട് അതിനെ ചതച്ചാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നന്നായിട്ട് മൂത്ത് വരുന്ന വെളുത്തുള്ളി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യണേ. ഇതെല്ലാം മൂത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അച്ചാറിനായിട്ട് ആവശ്യമുള്ള പൊടികൾ എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ചല്ല, നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ കായപ്പൊടി അത്യാവശ്യം കൂടുതൽ തന്നെ ചേർക്കണേ. ഞാൻ നന്നായിട്ട് കായം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മണം വളരെ നല്ലതാണ്. അതുകൊണ്ട് അച്ചാർ കായമുണ്ട്, അത് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മുളക് പൊടി ചേർക്കാം. പിന്നെ ഉപ്പും ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് മൂപ്പിക്കുകയാണ്. ഈ പച്ച ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂത്തു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ എണ്ണയിൽ കൂടി തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഞാൻ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് അത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണമേ. ഈ പൊടികളെല്ലാം നന്നായിട്ട് വരണ്ട് അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറണം. അതിന് ശേഷമാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ തട്ടി കൊടുക്കേണ്ടത്. വിനാഗിരി ആവശ്യമുള്ളവർ ചേർക്കാം. ഞാൻ വീട്ടാവശ്യത്തിനായതുകൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കാറില്ല. നമുക്ക് എന്നിട്ട് ആ മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മൾ തട്ടിയിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. അത് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിന് ആവശ്യമായിട്ടുള്ള ഉപ്പെല്ലാം അലിഞ്ഞ് നല്ല ഒരു ചാറെല്ലാം ആയി വന്നോളും. ഇത് കുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ ഒരുപാട് നാളിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.